മഹാത്മാ അയ്യങ്കാളിയുടെ 84-ാം സ്മൃതി ദിനം ആചരിച്ച് KPMS പറവൂർ യൂണിയൻ മന്നം NSS ഹാളിൽ നടന്ന ചടങ്ങ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് നടന്ന സംവാദത്തിൽ അംബേദ്കർ വിചാര കേന്ദ്രം ജനറൽ സെക്രട്ടറി ലൈജു P. ഗോപാൽ വേടൻ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നുവെന്ന വിഷയാവതരണം നടത്തി. KPMS പറവൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 84-ാം സ്മൃതി ദിനം ആചരിച്ചു. മന്നം ജംഗ്ഷനിൽ അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. KPMS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PV രാജു സ്മൃതിദിന സന്ദേശം നൽകി. ആശയ സംവാദത്തിന്റെ ഉദ്ഘാടനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു നിർവഹിച്ചു. KPMS പറവൂർ യൂണിയൻ പ്രസിഡന്റ് MK പുരുഷന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ KPMS പറവൂർ യൂണിയൻ സെക്രട്ടറി നീലാംബരൻ ശാന്തി, അസിസ്റ്റന്റ് സെക്രട്ടറി AS ബാബു, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രൊഫസർ M. മോഹനൻ, കേരള വേലൻ മഹാസഭ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി K. ഗോപാലൻ, കേരള ഉള്ളാട മഹാസഭ പറവൂർ താലൂക്ക് പ്രസിഡന്റ് VM രമേശ്, കേരള സാംബവർ സൊസൈറ്റി സെക്രട്ടറി KM ശിവാനന്ദൻ, അംബേദ്കർ കർമ്മസമിതി സെക്രട്ടറി ശശി എന്നിവർ സംസാരിച്ചു. പിൻതലമുറക്കാർ എന്ന് അവകാശപ്പെടുന്നവർ അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളെയും അയ്യങ്കാളിയുടെ ആദർശങ്ങളെയും കേട്ടുപഠിച്ചിട്ടുള്ളവർ, വായിച്ചറിഞ്ഞിട്ടുള്ളവർ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും പ്രതികരിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരെ നിയന്ത്രിക്കുന്ന ഭരണകൂടങ്ങളുമെല്ലാം ബോധപൂർവം മാറ്റിവെക്കപ്പെടുന്നു. അംബേദ്കർ വിചാര കേന്ദ്രം ജനറൽ സെക്രട്ടറി ലൈജു P. ഗോപാൽ വേടൻ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന വിഷയാവതരണം നടത്തി. ഒരു സംശയവും കൂടാതെ പറഞ്ഞു, ഹിന്ദു ഐക്യവേദിയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് മറ്റൊരു പേരും ആവാൻ പാടില്ല, അത് മഹാത്മാ അയ്യങ്കാളി ഭവൻ എന്നായിരിക്കണം. സംസ്ഥാന ഓഫീസ് മഹാത്മാ അയ്യങ്കാളിയുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയാൻ കഴിയും അത് ഹിന്ദു ഐക്യവേദിക്ക് മാത്രമാണ് കേരളത്തിൽ എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ പറവൂർ. അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഷോറൂം. വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ 5000-ൽ പരം മോഡലുകൾ, റേബാൻ, കൊഡാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ. മംഗലത്ത് ഒപ്റ്റിക്കൽ ഹൗസ്. ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ, അനുഭവം അതാണ് സത്യം.